ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയും കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ആ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു ഗ്ലാസ് ഉണക്കച്ചെമ്മീൻ ഇതുപോലെ പൊടിച്ചത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. മുഴുവനായിട്ടുള്ള ചെമ്മീനാണെങ്കിൽ തലയും വാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഒരു മാങ്ങ, 2 മുരിങ്ങക്ക, ഒരു കഷ്ണം ഇഞ്ചി, 10 ചെറിയുള്ളി, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് 1 കപ്പ് തേങ്ങയും വേണം. ഇത് അരച്ചെടുക്കണം. അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ വറവായി കിട്ടും. ഇപ്പോൾ വറുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഉള്ളി അരിഞ്ഞതും ഇഞ്ചി പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അത് ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചത്തേങ്ങയാണ് ചേർക്കുന്നത്. ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ് ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കേണ്ടി വരും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ചും കൂടെ ആവശ്യമുണ്ട്. മുരിങ്ങക്കായൊക്കെ വെന്ത് വരുമ്പോൾ വെള്ളം വറ്റും. ഇനി അതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായും ഇട്ട് കൊടുക്കുക. മുരിങ്ങക്ക പകുതി വേഗമാകുമ്പോൾ മാങ്ങ ഇട്ട് കൊടുത്താൽ മതിയാകും. മാങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ. ഇനി ഒരു 2-3 മിനിറ്റ് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പകുതി വേവായിട്ടുണ്ട് മുരിങ്ങക്ക. അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. ഇതൊരു 2-3 മിനിറ്റ് നേരം വേവിക്കാം. ഉപ്പ് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. മൂടി വെച്ച് വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കി. അപ്പോൾ മുരിങ്ങക്കായും മാങ്ങയൊക്കെ പാകം വേവായിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ പാകം ചാറായി കിട്ടും. ഇനി തീ ഓഫാക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി കാച്ചി ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കുക. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ കറിയാണ്. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. താങ്ക് യു.